ഞാനൊരു 6th 7th 8th പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഫുട്ബോൾ. മേ ബി അപ്പാർട്ട് ഫ്രം ആനിമൽസ്, ബേർഡ്സ്, ഫിഷസ്, അതുപോലെ ഫിഷിങ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഫുട്ബോളായിരുന്നു. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ PT പീരീഡിന് വേണ്ടി കാത്തുകയായിരിക്കും. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് നേരെ വന്നാണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്താണ്ട് ബൂട്ട് എടുത്താണ്ട് പാടത്തേക്ക് ഇറങ്ങും ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എങ്ങനെയാ വെച്ചാൽ വൈകുന്നേരം സ്കൂൾ വിട്ടാൽ ഞങ്ങൾ ഫുട്ബോൾ കളിക്കും. ഞങ്ങൾ ഗ്രൗണ്ടിൻ്റെ നേരെ അപ്പുറത്തൊരു കുളമുണ്ട്. ഫുട്ബോൾ കളിച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം ഇരുട്ടായിട്ടുണ്ടാവും. എന്നിട്ട് പോയി എന്ത് ചെയ്യും, മേത്തൊക്കെ ഫുള്ള് ചളിയായിരിക്കും. എന്നിട്ട് കുളത്ത് പോയി ചാടും. എന്നിട്ട് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരുള്ളൂ. ഇറ്റ് വാസ് സോ ഫൺ ദെൻ. സ്റ്റിൽ നൗ ഐ റിയലി എൻജോയ് ഇറ്റ്. പക്ഷേ ഞാൻ ഭയങ്കര പ്ലെയറോ കാര്യമൊന്നുമല്ല. ആ ഒരു സംഭവം, ആ ഒരു ഫുട്ബോൾ എന്നുള്ള ആ ഒരു പ്ലേ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് കുറച്ച് ഈ ഓട്ടത്തിൻ്റെ ഒരു പിരാന്ത് ഉണ്ടായിരുന്നു. മാരത്തോണിന് കൂടുന്നത്, അതായത് 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 21 കിലോമീറ്റർ ഒക്കെ റേസസ് ഉണ്ടാവുമല്ലോ ഞായറാഴ്ചയൊക്കെ. അപ്പോൾ അതിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹില്ലിൻ്റെ മുകളിലുള്ള ഗ്രൗണ്ടിലേക്ക് പോലുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഓട്ടക്കാരൊക്കെ ട്രെയിൻ ചെയ്യുന്നത് പോലപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് രാവിലെ അവിടെ ഒരു ടീം ഉണ്ടാവും, ഫുട്ബോൾ ടീം ഉണ്ടാവും. ഓല അവിടെ ട്രെയിൻ ചെയ്യും. ഒരു കോച്ചും ഉണ്ടാവും, ഒരു ടീം ഉണ്ടാവും. സംഭവം കോച്ചിങ് ആണ്, ഫുട്ബോൾ കോച്ചിങ് ആണ്. ഞാൻ നോക്കുമ്പോൾ ഓൽക്ക് ആകെ ഈ മാച്ച് വരുന്നത്, ആക്ച്വൽ പ്ലേ ഉണ്ടല്ലോ, ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത്, ഇതാകെ ആഴ്ചയിലോ 1 or 2 ഒക്കെ വരുന്നുള്ളൂ. ബാക്കിയുള്ള ദിവസം ഫുള്ള് വർക്കൗട്ടുകളാണ്. അതായത് സ്പീഡ്, സ്ട്രെങ്ത്ത്, സ്റ്റാമിന, അതുപോലെ ഡിഫെൻസ്, ഡ്രിബ്ലിങ്, ബോൾ കൺട്രോൾ, ഇതൊക്കെ കൂടാനുള്ള സംഭവമാണ്. ഇനി ഇഷ്ടം പോലെ ഉണ്ടാവും, എനിക്കറിയണ ഞാൻ പറഞ്ഞാണ്. ഇതൊക്കെ കൂടാനുള്ള സ്കിൽസുകളും ഡ്രിൽസുകളൊക്കെയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആഴ്ചയിൽ ആകെ 1 or 2 ദിവസമാണ് ഒരു മാച്ച് കളിക്കുന്നത്, ടീം സ്പ്ലിറ്റ് ചെയ്താണ്ട്. ഈ ഡ്രിൽസ് അല്ലെങ്കിൽ വർക്കൗട്ട് കാര്യങ്ങളൊന്നും ഫണ്ണല്ല ഞാൻ നോക്കുമ്പോൾ. ഇറ്റ്സ് ആക്ച്വലി മഴക്കാലമാണ്. ആ ടൈമിൽ മഴക്കാലമാണ്, ഏർലി മോർണിംഗ് ആണ്. അവിടെ ചെളി ഉണ്ടാവും, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടി ഉണ്ടാവും, തണുപ്പുണ്ടാവും, മുറിയാവും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ട്രെയിനിങ് ദർ. ഇമാജിൻ, ഇപ്പോൾ അതിലുള്ള എല്ലാവരും പാഷൻ കൊണ്ടാണ്, ആ ഒരു ചെയ്യാനുള്ള എൻജോയ്മെൻറ്റ്, ആ ഒരു ജോയ് കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നുള്ള ആ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ അങ്ങോട്ട് വരുമോ, ട്രെയിൻ ചെയ്യാൻ വരുമോ? നോ, ആബ്സൊല്യൂട്ട്ലി നോട്ട്. ഒരു 2-3 ദിവസം വരാം, എന്നിട്ട് പറയുന്നത് ഇത് ഫുള്ള് ഡ്രില്ലാണ്, വർക്കൗട്ടാണ്, ഇതൊരു രസമില്ല, ഐ എം നോട്ട് ഫീലിംഗ് പാഷനേറ്റ് അബൌട്ട് ഇറ്റ് നൗ എന്നൊക്കെ അറിവിൽ പറയണ്ടാവുക. പക്ഷെ ഇവർ അങ്ങനെയല്ല ചെയ്യണത്. ഇവരെന്നും അവിടെ വന്നാണ്ട് ആ ബോറിംഗ് ആയിട്ടുള്ള, ആ പെയിൻഫുൾ ആയിട്ടുള്ള ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോളോയിങ് യുവർ പാഷൻ ഈസ് എ ടെറിബിൾ അഡ്വൈസ്. കാരണം ഒരു സംഭവങ്ങൾ എൻജോയ്മെൻറ്റിന് വേണ്ടി, ഫണ്ണിന് വേണ്ടി, അല്ലെങ്കിൽ പ്ലഷറിന് വേണ്ടി മാത്രമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേ സംഭവങ്ങൾ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വർക്കായി എടുക്കുമ്പോൾ അതിൽ വേറെ കുറേ സംഭവങ്ങൾ വരാനുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ, ബോറിംഗ് ആയിട്ടുള്ള, പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ, ഇതിലുള്ള ഫൺ പാർട്ട് അല്ലെങ്കിൽ പ്ലഷർ പാർട്ട് ഒരുപാട് പോകും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു സംഭവം ചെയ്യുന്നത് ഫണ്ണിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ പാഷൻ കൊണ്ടാണ്, അതിനുള്ള ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീപ്പ് ഇറ്റ് ദാറ്റ് വേ. അങ്ങനെ തന്നെ ചെയ്യാം. അതിലുള്ള എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് സ്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളത് വർക്കാക്കി കഴിഞ്ഞാൽ അതിലുള്ള എൻജോയ്മെൻറ്റ് ഒരുപാട് പോകും. അതാണ് ആ ഒരു ഫുട്ബോളിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരിക്കലും ഫുട്ബോൾ എന്ന കരിയറിൽ മുമ്പിൽ എത്തണം എന്നുള്ളൊരു ഡ്രീമോ, അല്ലെങ്കിൽ ടീമിൽ കയറണം, ഇൻ്റർനാഷണൽ ടീമിൽ കയറണം, റെക്കഗ്നൈസർ ആവണമെന്ന് ഫുട്ബോളിൽ എനിക്കൊരു ആഗ്രഹമല്ല, ഗോളില്ല. പക്ഷേ ഞാനത് കളിക്കുന്നത് എന്താണ്, ഞാനിപ്പോഴും കളിക്കലുണ്ട്, ഓഫീസ് തോലൊപ്പം കളിക്കലുണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ഫൺ, റൈറ്റ്? ആ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി, എല്ലാവരും കൂടിയുള്ള ആ ഒരു ഫണ്ണിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ വെക്കണതാണ് ഏറ്റവും നല്ലത്. ഈ സംഭവം പറയുമ്പോൾ പല ആൾക്കാരും ഒഫൻഡഡ് ആവുണ്ടാവും. വെയിറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ലൈക്കിങ് സംതിങ്, ഒരു സംഭവം ഇഷ്ടമാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്, ഈസ് നോട്ട് ഈക്വൽ ടു ഗുഡ് അറ്റ് ഇറ്റ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു സംഭവം ഇഷ്ടമാണ് അല്ലെങ്കിൽ അത് എൻജോയബിൾ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിൽ നല്ലതാണ്, അതിൽ ബെറ്ററാണ്, അല്ലെങ്കിൽ അതിൽ ഗ്രേറ്റ് ആണ്, അതിൽ നിങ്ങൾക്ക് നല്ലതും ചെയ്യാൻ കഴിയും എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് ഫുട്ബോൾ നല്ല ഇഷ്ടമാണ്, ഫുട്ബോൾ എൻജോയബിൾ ആണ്. പക്ഷേ അതിനർത്ഥം ഞാൻ നല്ല ഫുട്ബോൾ പ്ലെയർ ആണോ എന്നാണോ? അല്ല, ഞാൻ അതിനനുസരിച്ചുള്ള വർക്ക് ഇട്ടിട്ടില്ല. ഒരു സംഭവത്തിൽ നിങ്ങൾ ഈ ലോകത്ത് കുറേ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അതിൽ ടോപ്പിലെത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഗുഡ് ആവണം എന്നുണ്ടെങ്കിൽ, അതിൽ ഒരുപാട് റിപ്പീറ്റേഷൻ വേണ്ടി വരും, ഒരുപാട് വർക്ക് വേണ്ടി വരും. ആരും കാണാത്ത ഗ്രൈൻഡിങ് അതിൻ്റെ ബാക്കിലുണ്ടാവും. ഓക്കെ, എത്രത്തോളം വർക്കാണോ എടുക്കുന്നത് ആ ലെവലിലേക്ക് എത്താൻ എത്രത്തോളം വർക്ക് ഇടേണ്ടി വരും. ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടാസ്ക് എൻജോയബിൾ ആവണം എന്നില്ല. നമ്മൾ ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് അത് നമ്മൾ സ്മൂത്താക്കി ഒരു ബോളാക്കി കൊണ്ടുവരുന്ന പോലെ, നമ്മൾ ഓരോ പ്രാവശ്യം ആ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഓരോ സ്ഥലങ്ങളും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും, ഓരോ ചെറിയ സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മളതിങ്ങനെ സ്മൂത്താക്കി അവസാനം ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ഓരോ മിസ്റ്റേക്കുകളും ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്ത് അതിന് പഠിച്ച് അതിങ്ങനെ തിരുത്തി അതൊരു സ്മൂത്ത് ബോളിലേക്ക് ആവണത്. അങ്ങനെ ആവാൻ അത്രത്തോളം റിപ്പീറ്റേഷൻ വേണ്ടി വരും. ദ മോർ ദ പ്രാക്ടീസ്
ദ ബെറ്റർ യു ഗെറ്റ്. നിങ്ങൾ ആ ഒരു സംഭവത്തിനെ ഒരു പാഷനായിട്ടാണ് കാണുന്നത്, ഒരു ഫണ്ണിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ മുമ്പോട്ട് പോകാൻ കുറച്ച് പണിയാണ്. അതേസമയം നിങ്ങൾ അതിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫ് ടാസ്ക് കാണേണ്ടത്. റോബർട്ട് ഗ്രീൻ പറയുന്ന ഒരു സംഭവമാണ് ലൈഫ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കുറേ റീസൺസ് ഒക്കെ അലൈൻ ചെയ്താണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മൾ എന്താ പറയുക ബ്ലഡും സ്വെറ്റും ടീയേഴ്സും ഒക്കെ ഇടാൻ തയ്യാറായിട്ടുള്ള ടാസ്ക്, റൈറ്റ്? അങ്ങനെ ഞങ്ങളതിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് 3 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ മേ ബി 10 കൊല്ലമൊക്കെ എടുക്കും ഞാൻ അതിൽ ഗുഡ് ആവാൻ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും മൈക്കിൾ ഫിലിപ്സ്, നമ്മൾ മറ്റേ നീന്തനെ. അപ്പം മൂപ്പരൊക്കെ എത്രത്തോളം ഓരോ ദിവസവും 8 മണിക്കൂർ എത്രയോ പ്രാക്ടീസ് വെള്ളത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതും വർഷങ്ങളോളം അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് 3 ഒളിമ്പിക് മെഡലൊക്കെ നേടാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ഇത് വേണം, എന്ത് 3 കൊല്ലോ 4 കൊല്ലോ 5 കൊല്ലോ 10 കൊല്ലമൊക്കെ എടുക്കാം ഞാനിതിൽ ബെറ്റർ ആവണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ബെറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം യെസ് ദേ മേ ഫീൽ എൻജോയബിൾ, നമുക്കത് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. പക്ഷെ അതുവരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് സമയങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് പെയിനും അതുപോലെ മോട്ടിവേഷൻ ഇല്ലായ്മയും ബോറിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും, ക്വിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് അതിൽ നിൽക്കണം, സ്റ്റിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ജസ്റ്റ് ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ആക്ച്വലി നിങ്ങൾ എന്താണ് ചെയ്യുക? ഈ ചങ്ങായി ഓരോന്ന് പറയുന്നുണ്ട്, പിന്നെ ചില വീഡിയോയിൽ വന്നാണ്ട് പറയുന്നത് പർപ്പസിനെ ഫോളോ ചെയ്യണം, പാഷനെ ഫോളോ ചെയ്യണം എന്ന് പറയും, പിന്നെ വന്നാണ്ട് പറയുന്നത് ചെയ്യരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പാഷനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകളൊക്കെ കൺസിഡർ ചെയ്യുക, ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നിങ്ങൾ ഈ സാധാരണ ആൾക്കാരെല്ലാവരും ഇങ്ങനെ പറയും അങ്ങനെ പാഷനെ ഫോളോ ചെയ്യുന്നൊക്കെ, ഗിറ്റാർ വായിക്കാൻ പോയിക്കോ അല്ലെങ്കിൽ ഡ്രോയിങ് അടിക്കാൻ പോയിക്കോ, അതിൻ്റെ പാഷനെ ഫോളോ ചെയ്യുന്ന പറയും. പക്ഷെ അത് ഫോളോ ചെയ്യുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ട് ജെനുവിനായിട്ട് നമുക്ക് ഓരോ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡുകളിൽ നമുക്കത് വലിയൊരു വർക്കായി തോന്നില്ല. നമ്മളത് ചെയ്യുമ്പോൾ നമുക്കൊരു ജെനുവിൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത സംഭവങ്ങളാണ് അധികം ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതിന് പകരം ജെനുവിനായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും ഒരു ഫീൽഡുകൾ പലതും ഉണ്ടാവും. അപ്പോൾ ഓരോന്ന് ട്രൈ ചെയ്താണ് മനസ്സിലാക്കുക. ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വർക്ക് ഇടേണ്ടി വരും. അങ്ങനെ ചെയ്ത് നോക്കുക, ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് അതിൽ ആ ഒരു സംഭവം ഏതാ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സംഭവം തുടങ്ങുമ്പോൾ നമ്മളതിൽ എന്തായിരിക്കും, ബാഡായിരിക്കും. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ മോശമായിരിക്കും. നമ്മളിപ്പോൾ സിനിമ നടനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റത്തെ ഫിലിം മോശമായിരിക്കും. നമ്മൾ ഡയറക്ടർ ആണെങ്കിൽ നമ്മളെ ഫസ്റ്റത്തെ ഫിലിം മോശമായിരിക്കും. നമ്മളൊരു ഓതർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റത്തെ ബുക്ക് ചിലപ്പോൾ മോശമായിരിക്കും. അപ്പോൾ അത് വിഷയമാക്കണ്ട. യു വിൽ സക്കറ്റ് ഇറ്റ് അറ്റ് ഫസ്റ്റ്, അത് ഉറപ്പാണ്. പക്ഷേ നമ്മളതിലിങ്ങനെ പ്രാക്ടീസ് ഇടുന്തോറും നമ്മളതിൽ വർക്ക് ഇടുന്തോറും നമ്മളെന്താവും ബെറ്ററായി ഇങ്ങനെ വരും. അപ്പോൾ ഏതൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് പ്രതീക്ഷിക്കരുത്, നമ്മളതിൽ എക്സലൻ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഏതൊരു സംഭവം തുടങ്ങുമ്പോഴും നമ്മളെ പാഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കരിയർ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു മാരത്തോൺ പോലെ തന്നെയാണ്. മാരത്തോൺ റേസിൽ തുടക്കത്തിൽ എല്ലാവരും നമ്മളൊപ്പം ഉണ്ടാവും, കൈകൊട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴും നമ്മളൊപ്പം എല്ലാവരും ഉണ്ടാവും, കൈകൊട്ടാൻ അപ്ലോസ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവും. പക്ഷേ അതേസമയം അത്രയും ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ റേസ് ആണെന്നുണ്ടെങ്കിൽ, മാരത്തോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും 42 ഉണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സാധാരണ കേസ് പറയാം, 10 കിലോമീറ്ററൊക്കെയാണ് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10 കിലോമീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ ആ ഒരു 500 മീറ്ററൊക്കെ അവിടെ കുറേ ആൾക്കാരുണ്ടാവും ആ തുടങ്ങുന്ന സ്ഥലത്ത്. അതുപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു 3, 4, 5 കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ അവിടെ നമ്മളൊപ്പം നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൾക്കാരൊക്കെ എവിടെ ഉണ്ടാവും, ആ ഫിനിഷിംഗ് ലൈനിൽ ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു തലക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എത്തി ആ ഫിനിഷ് ലൈനിൽ എത്തുമ്പോഴാണ് പിന്നെ പോലെ നമ്മൾ അപ്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ പർപ്പസ് എടുക്കുമ്പോൾ, നമ്മൾ ഏതൊരു ടാസ്ക് ചെയ്യുമ്പോഴൊക്കെ കരിയർ എടുക്കുമ്പോഴൊക്കെ തുടങ്ങുമ്പോൾ ആൾക്കാർ പറയും, ഓ അടിപൊളി, ഇത് തുടങ്ങിയല്ലോ, ഇത് ഡ്രോയിങ് ചെയ്യാൻ പോവുകയാണ്, ഇത് എന്താണ് ഈ സംഭവം, ഈ ഒരു പ്രൊഫഷൻ എടുക്കാൻ പോവുകയാണ്, ഈ ഡോക്ടർ ആകാൻ പോവുകയാണ്, എന്ന പോലെ നമ്മളെ അപ്ലോസ് ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ചെണ്ണം എടുത്ത് കഴിയുമ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ല, ഓൽക്കത് ശീലമായി, നോർമലായി. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ ആ ഗ്രൈൻഡിങ്ങിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാസ്സാവുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ നമ്മൾ എവിടെയെങ്കിലും എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ചാനൽ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ, ഇങ്ങനെയൊക്കെ ഓരോ, അല്ലെങ്കിൽ നമ്മളെ ഫിലിം അല്ലെങ്കിൽ നമ്മളെ ബുക്ക് സക്സസ്ഫുൾ ആകുമ്പോൾ, ഇങ്ങനെയൊക്കെ ടൈമിലായിരിക്കും പിന്നെ ആൾക്കാർ വരിക, റൈറ്റ്? അപ്പോൾ ഈ സമയത്ത് ഈ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത സമയത്തും പുഷ് ചെയ്യാനുള്ള കഴിവ് വേണം, പുഷ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വേണം. എപ്പോഴും ഇത് ഭയങ്കര ആനന്ദകരമായിരിക്കും, പ്ലഷറബിൾ ആയിരിക്കും എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ, ഒരു ഫാൾസ് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവരുത്. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ മണി റിയാലിറ്റി. നിങ്ങൾക്കൊരു സംഭവത്തിനോട് അല്ലെങ്കിൽ ഒരു ഫീൽഡിനോട് ഭയങ്കര പാഷൻ ഉണ്ട്, നിങ്ങൾക്കത് ഭയങ്കര ഒരു ഡിസയർ ഉണ്ട് അതിനോട്, അത് ചെയ്യാൻ. പക്ഷേ ഈ മാർക്കറ്റിലുള്ള, അതായത് ഈ ലോകത്തിലുള്ള ആർക്കും അത് ആവശ്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്തൊരു കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യാൻ ഓൾറെഡി അടിപൊളി ലെവലിലുള്ള ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ട്.
അപ്പോൾ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ, റൈറ്റ്? അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ പാഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈ സംഭവം ഇഗ്നോർ ചെയ്യരുത്. എല്ലാവരും ഇങ്ങനെ പാഷൻ ഫോളോ ചെയ്യുക എന്നൊക്കെ പറയും. പക്ഷേ അതിലെ മണി റിയാലിറ്റീനെ കുറിച്ച് അത് വെച്ചാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും ആരും ചിന്തിക്കുന്നില്ല. സോ വെൻ യു ആർ ഫോളോയിങ് യുവർ പാഷൻ, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അതേപോലെ മണി റിയാലിറ്റി കൺസിഡർ ചെയ്യാം. അതുപോലെ അടുത്തൊരു പ്രശ്നമാണ്, നമ്മളൊരു പാഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് അതുമായിട്ടും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മൾ. അങ്ങനെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പെട്ടെന്ന് ഇപ്പോൾ വന്ന എക്സാമ്പിളാണ്. നമ്മൾ ഇൻ്റർനെറ്റ് വരുന്നതിന് മുമ്പാണ് നമ്മൾ ബിസിനസ് ചെയ്തതിന് വിചാരിച്ചോ, നമ്മൾക്കൊരു സ്റ്റോറായിരുന്നു, ഓഫ്ലൈൻ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ ഓൺലൈൻ കൂടെ സെറ്റപ്പ് വന്നപ്പോൾ നമ്മളെ കോമ്പറ്റേറ്റേഴ്സൊക്കെ എന്ത് ചെയ്തു, ഓൺലൈനിലേക്ക് മാറി. അതായത് ഓലെ സെയിൽസൊക്കെ കൂടി. അങ്ങനെ വന്നപ്പോൾ നമ്മളെന്ത് ചെയ്തു, എനിക്കത് ഇഷ്ടമല്ല, എനിക്ക് കസ്റ്റമേഴ്സിനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്താണ്ട് അവർക്ക് സാധനം കൊടുക്കണം എന്നാണ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ആ ഒരു ഐഡിയ ചിലപ്പോൾ നല്ല ഐഡിയ ആയിരിക്കും കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തരാണ്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ലാക്ക് ഓഫ് അഡാപ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജിക്ക് അനുസരിച്ച് മാറാതിരുന്നു കഴിഞ്ഞാൽ മറ്റവർക്ക് വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമേഴ്സിന് കിട്ടാൻ തുടങ്ങി, ബാക്കി കോമ്പറ്റേഴ്സിന്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പ്രോഫിറ്റ് കുറവാണ്, നമ്മൾ എന്താവും, ആ ഒരു സംഭവം ഫെയിലാവും. മനസ്സിലാവും? നമ്മളൊരു സംഭവം പാഷൻ വെച്ചാണ് തുടങ്ങുമ്പോൾ അതിൽ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ സാധ്യതയുണ്ട്. ലോജിക്കിന് പകരം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇന്നൊരു കാരണം കൊണ്ടാണ് ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ ഇന്നൊരു ഇത് വെച്ചാണ്ട് നമ്മളൊരു ഇമോഷൻ വെച്ചാണ്ട് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബാക്കിലാവാൻ ചാൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും പറയുകയാണ് നിങ്ങളോട് യു ഹാവ് ടു ഫോളോ യുവർ പാഷൻ, നിങ്ങളെ പാഷൻ നിങ്ങൾ ചേസ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് മാത്രമാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാം, എന്നിട്ടൊന്ന് ഇരുന്ന് ആലോചിക്കുക, ഈസ് ദാറ്റ് എ ഗുഡ് അഡ്വൈസ് എന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. See you in the next video.